ഹായ് ഗായ്സ്. Hi guys. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ നാളായിട്ട് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഏത് സ്ഥലമാണെന്നും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മൾ ഇന്നൊരു ട്രെയിൻ ജേണിയാണല്ലോ മെയിൻലി പോകാൻ ഉദ്ദേശിക്കണേ. എവിടെയാണെന്ന് നമുക്ക് കണ്ടറിയാം. ബൈ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നേരെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7:25 ശബരിക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ശബരിയിൽ കയറിയിട്ട് ഏകദേശം ഒരു 11 മണിക്കൂർ ട്രാവലിന് ശേഷം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്ത് തന്നെ നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ പോകുന്നത് ആ ഒരു ഹോട്ടലിലേക്കാണ്. വളരെ നീറ്റായിട്ടുള്ള നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ തന്നെയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ നേരെ പോകുന്നത് പറശ്ശിനിക്കടവിലേക്കാണ്. അപ്പോൾ കണ്ണൂർ വന്നിട്ട് നമ്മൾ എങ്ങനെയാ മുത്തപ്പനെ കാണാതെ പോവാല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ പറശ്ശിനിക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. കാരണം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്ന ഉടനെ തന്നെ ഫ്രഷായിട്ട് നേരെ നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മളിവിടെ ട്രാവലൊന്നും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊന്നല്ല ചെയ്യുന്നത്. നമ്മളിവിടുത്തെ ലോക്കൽ സർവീസസ് ആയിട്ടുള്ള ബസ്സും ഓട്ടോയൊക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രിപ്പ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. വളരെ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞും ബസ്സിലൊക്കെയാണ് നമ്മുടെ യാത്ര. അങ്ങനെ നമ്മളിതാ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ സ്റ്റാൻഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ണൂരിലെ ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ബസ് വഴി വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ജാതിയോ മതമോ ഒരു വേർതിരിവും ഇല്ലാതെ ഏതൊരാൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. വരുന്ന ഭക്തരെ എല്ലാം മുത്തപ്പൻ അതിഥികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ഏതൊരാൾക്കും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നവർ തിരിച്ചു പോകുന്നത്. അതുമാത്രമല്ല ഇവിടെ നോൺ വെജും കള്ളും എല്ലാം വഴിപാടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാതി മത വേർതിരിവുകളൊന്നും ഇല്ലാതെ ബാക്കി അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ശിവ വിഷ്ണു സങ്കല്പത്തിലുള്ള മുത്തപ്പനാണ്. അപ്പോൾ വെള്ളാട്ടം, തിരുവപ്പൻ എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്ണു ശിവ സങ്കല്പത്തിലുള്ള തെയ്യങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളവർ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് രൂപങ്ങളിലുള്ള തെയ്യങ്ങളാണ് ഇവിടെ കെട്ടിയാടുന്നത്. അപ്പോൾ ഈ ഒരു തെയ്യങ്ങൾ ഇവിടുത്തെ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആളുകളെല്ലാം ദൈവത്തിന്റെ പ്രതിനിധാനമായിട്ട് ഈ ഒരു തെയ്യങ്ങളോടാണ് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്നത്. എല്ലാ ദിവസവും തെയ്യമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു പറശ്ശിനിക്കടവ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ 8:30 മണി വരെയും വൈകിട്ട് 6:30 മുതലും നമുക്ക് ഈ ഒരു തെയ്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ മുത്തപ്പന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു തെയ്യങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തെയ്യങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് വരുന്നത് കേട്ടോ. ഇത് മാത്രമല്ല, മുത്തപ്പന് ഏറെ ഇഷ്ടമായിരുന്നു നായ്ക്കളെ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു അമ്പലത്തിൽ വരുമ്പോൾ ഇഷ്ടം പോലെ നായ്ക്കളെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നായ്ക്കളുടെ കുറേ വിഗ്രഹങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ദാ പോകുന്ന വഴിയിലും എല്ലാം ദാ ഇതുപോലത്തെ ഒരുപാട് നായ്ക്കളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കണ്ണൂരിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സെന്റ് ആഞ്ചലോ ഫോർട്ടിലേക്കാണ്. പറശ്ശിനിക്കടവിൽ നിന്ന് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് ബസ് പിടിച്ച് പോയിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് ഈ ഒരു സെന്റ് ആഞ്ചലോ ഫോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ 3 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ ഒരു സെന്റ് ആഞ്ചലോ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 500-ലധികം വർഷം പഴക്കമുള്ള പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്.
ഈ കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 25 രൂപയാണ്. ഇതുകൂടാതെ നമ്മൾ എക്സ്ട്രാ ക്യാമറയോ എക്യുപ്മെൻറ്റ്സോ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഫുൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 40 അടി ഉയരത്തിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയായതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കോട്ടയാണിത്. പോർച്ചുഗീസുകാർ പിന്നീട് ഇത് ഡച്ചുകാർക്ക് കൈമാറുകയും പിന്നീട് ബ്രിട്ടീഷുകാർ ഇത് സ്വന്തമാക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമായി മാറുകയും ചെയ്ത ഒരു കോട്ടയാണിത്. ചരിത്രങ്ങളിലൊക്കെ വളരെ പ്രാധാന്യമുള്ള, കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ ഒരു നിർമ്മിതിയാണ് ഈ ഒരു സെൻറ്റ് ആഞ്ചലോ കോട്ട. അപ്പോൾ ഈ ഒരു കോട്ട വളരെ മനോഹരമാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഫുള്ള് കല്ലുകളൊക്കെ വെച്ചിട്ടാണ് പണിതിരിക്കുന്നത് കേട്ടോ. ഒരുപാട് രഹസ്യ തുരങ്കങ്ങളൊക്കെ ഉള്ള കോട്ടയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇവിടെ നിന്ന് തലശ്ശേരിയിലേക്കൊരു രഹസ്യ തുരങ്കം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കല്ലുകൾ കൊണ്ട് കൊത്തിവെച്ചിരിക്കുന്ന ഈ ഒരു കോട്ടയുടെ നിർമ്മിതി ടൈമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പീരങ്കികളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ സൈനിക കേന്ദ്രമായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കണ്ണൂർ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് കൂടിയാണ്. കാരണം അത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താൻ കഴിയുന്ന ഒരു സ്പോട്ട് കൂടിയാണ്. അപ്പോൾ വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈസി ആയിട്ട് കണ്ണൂർ കവർ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മനോഹരമായിട്ട് ഉള്ളൊരു സ്പേസ് കൂടിയാട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള കുറേ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ ഒരു കണ്ണൂർ കടലിൻ്റെ മനോഹരമായിട്ടുള്ള, അറബിക്കടലാണ് തൊട്ടടുത്ത് തന്നെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഹൈറ്റിലായതുകൊണ്ട് തന്നെ ആ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര വെയിലും ചൂടൊക്കെ കൊണ്ടിട്ട് ഈ ഒരു കോട്ടയുടെ അകത്ത് വന്നപ്പോൾ ഫുൾ മരങ്ങളും നല്ല തണലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ എന്ത് രസമാണെന്നറിയോ ഇതിൻ്റെ ഈ ഒരു നിർമ്മിതികളൊക്കെ കാണാനായിട്ട്. കല്ലൊക്കെ വെച്ചിട്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഏകദേശം 500 വർഷം പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ എത്രയും അധികം മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടയുടെ അകത്തെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കണ്ടു പോവുകയാണ്. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കുറേ സ്റ്റെപ്പുകളൊക്കെയുള്ള ചെറിയ തുരങ്കങ്ങൾ പോലത്തെയൊക്കെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ ഈ ഒരു കടലിൻ്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഈ ഒരു കണ്ണൂർ ഫോർട്ടിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ കാണാനുണ്ട്. കാരണം ഈ ഒരു കോട്ട എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ രീതിയിലാണ് തന്നെ പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ.
ഒരു കോട്ട ഒരുപാട് സിനിമകളിലൊക്കെ പ്രധാന ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ജയറാമിൻ്റെയും ലക്ഷ്മിപ്രിയയുടെയും സിനിമയായിട്ടുള്ള അമൃതത്തിലെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? അപ്പോൾ ഗസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണേ ഏത് സോങ് ആണ് ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു സിനിമ മാത്രമല്ല, ഇഷ്ടം പോലെ സിനിമകൾ ഈ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമാണ്. ഇതുപോലെ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സൈനിക കേന്ദ്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുരങ്കമൊക്കെ പോലത്തെ രീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ഒരു വ്യൂ ആണ്. ഇങ്ങനെ കുറേ നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ശരിക്കും നടന്ന് ടയേർഡായി. കുറേ നടക്കാനുണ്ടല്ലോ, അപ്പോൾ ടയേർഡായി. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ട് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ ബാക്കിയുള്ള യാത്ര കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു സമുദ്രനിരപ്പിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു 40 അടി ഉയരത്തിലുള്ള ആ ഒരു ക്ലിഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ബീച്ചിന് ഭയങ്കര ഭംഗിയാണ്. നല്ല ഹൈറ്റിൽ നിൽക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാട്ടോ. അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടയും കൂടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ.
അങ്ങനെ സെന്റ് ആഞ്ചലോ കോട്ടയിലെ ഫുൾ കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് കണ്ണൂർ ടൗണിൽ തന്നെയുള്ള അറഫ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നല്ല കല്ലുമ്മക്കായ് കിട്ടുമെന്ന് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറഫ ഹോട്ടലിൽ കല്ലുമ്മക്കായ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കല്ലുമ്മക്കായൊക്കെ കഴിച്ചിട്ട് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ കോക്ടെയിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ലൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു കണ്ണൂർക്കാരുടെ ഒരു സ്നേഹം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ ട്രെയിൻ കയറിയപ്പോൾ തൊട്ട് ഒരുപാട് കണ്ണൂരിൽ നിന്ന് ഉള്ള ആൾക്കാർ ട്രെയിനിലുണ്ടായിരുന്നു. അപ്പോൾ വളരെ സ്നേഹമായിട്ട് വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു കൂട്ടം ആൾക്കാരുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. അപ്പോൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് കൂടിയാട്ടോ കണ്ണൂർ. അപ്പോൾ ഈ ഒരു കണ്ണൂർ വ്ളോഗിൻ്റെ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.